നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം താളത്തെ അറിഞ്ഞ് മറ്റുള്ളവരുടെ താളവുമായിട്ട് പൊരുത്തമാകാൻ കഴിയാറുണ്ട്. വ്യക്തിഗത താളം എന്നുള്ള വിഷയത്തിലൂടെ നമുക്ക് അതിനെ അറിയാൻ ശ്രമിക്കാം. Personal rhythm brings harmony when we know ourselves and align with life. വ്യക്തിഗത താളം. ഓരോ മനുഷ്യനും തന്റേതായ വ്യക്തിഗത താളവും സ്വഭാവവും ബോധനിലയും ഉള്ളവരാണ്. സ്വന്തം താളത്തെ തിരിച്ചറിഞ്ഞ് പരിസരത്തിന്റെയും മറ്റുള്ളവരുടെയും താളങ്ങളുമായി അനുരൂപപ്പെടാനും അഹങ്കാരത്തെ മറികടന്ന് സ്വയം നിരന്തരം ക്രമീകരിക്കാനും പഠിക്കുമ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥ ഏകതാനതയും ശാന്തിയും സമഗ്രമായ വളർച്ചയും കൈവരിക്കാൻ കഴിയുന്നത്. ഇതാണ് ഇന്നത്തെ വിഷയം. നമുക്ക് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പലതരം താളങ്ങളെ കുറിച്ച് സംസാരിച്ചു. നമ്മൾ ഇന്ന് വ്യക്തിഗതമായ താളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓരോ വ്യക്തിയിലും, ഇവിടെയുള്ള സർവ്വ വ്യക്തികൾക്കും ഓരോ താളമുണ്ട്. താളമുണ്ട് എന്ന് പറയുന്നതിന് നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് അതിനൊരു ക്രമമുണ്ട്. ഈ ക്രമമായിരിക്കുന്നതാണ് സൗന്ദര്യം. ക്രമം ആയിരിക്കുമ്പോൾ അത് സുന്ദരമായിരിക്കും. എല്ലാവരും, ഇവിടെയുള്ള എല്ലാവരും ക്രമത്തിലാണ്. അവർക്ക് എല്ലാവർക്കും ഓരോ ക്രമങ്ങളുണ്ട്. പക്ഷെ നമുക്കത് സൗന്ദര്യമായി തോന്നാറില്ലല്ലോ. എന്തുകൊണ്ടാണ്? ക്രമമാണ് സൗന്ദര്യം. എല്ലാവർക്കും ക്രമമുണ്ട്. പക്ഷെ നമുക്ക് ആ ക്രമത്തെ കണ്ട് അത് സുന്ദരമാണെന്ന് അറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ താളത്തെ അറിഞ്ഞ് അതിനെ പരിസര താളവുമായി അനുരൂപപ്പെടാൻ, പരിസര താളവുമായിട്ട് ഏകോപനത്തിലാകാൻ ഇട ചേർക്കുമ്പോഴാണ് അതിന്റെ താളത്തെ നമുക്ക് അറിയാൻ കഴിയുക. അതിന്റെ താളത്തെ നമ്മൾ അറിയുമ്പോഴാണ് അതിന്റെ ക്രമത്തെ അറിയുക. അപ്പോഴാണ് അതിന്റെ സൗന്ദര്യത്തെ നിരീക്ഷിക്കാൻ കഴിയുന്നത്. പക്ഷെ നമ്മുടെ താളത്തെ നമ്മൾ കൃത്യമായിട്ട് അറിയുന്നുണ്ടോ? അറിയുന്നില്ലെങ്കിൽ നമുക്ക് അപരന്റെ താളത്തിനൊപ്പം ഈ നമ്മുടെ താളത്തെ വ്യതിചലിപ്പിക്കാൻ കഴിയാതെ വരും. അതിനെ മാറ്റി സ്ഥാപിക്കാൻ കഴിയാതെ വരും. അങ്ങനെ മാറ്റി സ്ഥാപിക്കാൻ കഴിയാതെ വരുമ്പോൾ ആ താളത്തെ നമുക്ക് ഒട്ടും അറിയാതെ വരും. അവനവന്റെ താളത്തെ അറിയുന്നില്ല, പിന്നെ മറ്റുള്ളവരുടെ താളത്തെ അറിയോ? ഇല്ല. ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കൾക്കും അവയുടേതായിട്ടുള്ള താളമുണ്ടായിരിക്കും. എല്ലാ വസ്തുക്കൾക്കും. ഈ വ്യത്യസ്ത താളങ്ങൾ, ഇവയ്ക്കെല്ലാം വ്യത്യസ്ത താളങ്ങളും ഉണ്ടാവും. ഈ വ്യത്യസ്ത താളങ്ങളുടെ ആ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ താള വ്യത്യാസത്തെയാണ് നമ്മൾ വൈവിധ്യം എന്ന് പറയുന്നത്, അല്ലെ? ഈ വൈവിധ്യത്തിനിടെ അതിനെ സുഗമമാക്കാൻ വേണ്ടി ഇതിനെ എങ്ങനെയാണ് ഒരു ഏകതാളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? എവിടെയാണ് ആ ഏകതാനത എന്നുള്ള അവസ്ഥ ഉണ്ടാവുക? അതായത് ഏകതാനതയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത്. ഈ ബീറ്റ് എന്നൊരു കാര്യം കേട്ടിട്ടുണ്ടാവും. ഒരു താളം സംഭവിക്കുന്നിരിക്കട്ടെ, ആ താളത്തിന്റെ ഇടയിൽ വേറൊരു താളം അതിനൊപ്പം തന്നെ പ്രവർത്തിക്കുന്നു. അങ്ങനെ രണ്ട് താളങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത്, ഇപ്പൊ ശബ്ദത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുക. രണ്ട് ശബ്ദങ്ങൾ, രണ്ട് ഫ്രീക്വൻസികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് രണ്ട് ഫ്രീക്വൻസികൾക്കും ഇടയിലുള്ള വ്യത്യാസം, ഇപ്പൊ 500 ഹെർട്സും 512 ഹെർട്സും ഉണ്ടെന്നിരിക്കട്ടെ. 500 ഹെർട്സും 512 ഹെർട്സും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ 500ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം, 500ഉം 512ഉം തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അതായത് 12 എന്ന് പറയുന്നത് 12 തവണ ഈ ശബ്ദങ്ങൾക്കിടയിൽ നമ്മൾ ഒരു ബീറ്റ് ഉയർന്നു കേൾക്കും, ഒരു പ്രത്യേക ശബ്ദം ഉയർന്നു കേൾക്കും. അതായത് 500, 512 എന്നുള്ള രണ്ട് ശബ്ദങ്ങൾ ഒരുമിച്ചുണ്ടാക്കിയാൽ 12 തവണ 500, 512 തമ്മിലുള്ള വ്യത്യാസം 12ആണ്. ഈ 12 തവണ നമുക്ക് ഒരു ബീറ്റ് എന്നുള്ള ഒരു പ്രത്യേക ആവൃത്തി ഉയർന്നു കേൾക്കാൻ കഴിയും, ഒരു ശബ്ദം ഉയർന്നു കേൾക്കാൻ കഴിയും. അതായത് രണ്ടാവർത്തികൾ ഒരുമിക്കുന്ന സമയത്ത് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം മൂന്നാമതൊരു ആവർത്തിയായിട്ട് ഉയർന്നു പൊങ്ങി കാണപ്പെടും. അതിനെയാണ് ബീറ്റ് എന്ന് വിളിക്കുക. ഈ ഇതില് കുറഞ്ഞ ആവർത്തിയുടെ ഗുണിതങ്ങളായിട്ട് രണ്ടാം ആവർത്തിയോ ബീറ്റോ പ്രത്യക്ഷമാകുന്നെങ്കിൽ അതാണ് ഏകതാനമാവുക. അതായത് ഇപ്പൊ 500 ഹെർട്സും 1000 ഹെർട്സും ആണെന്നിരിക്കട്ടെ. 1000ഉം 500ഉം ആണെങ്കിൽ ബീറ്റായിട്ട് വരുന്നത് 500 ആയിരിക്കും.
ആ ഒരു ശബ്ദം എന്ന് പറയുന്നത് 500 മറ്റൊരു ശബ്ദം എന്ന് പറയുന്നത് 1000 ആണെങ്കിലും നമ്മൾ കേൾക്കുന്നത് ബീറ്റ് ആയിട്ടാണ്, അതും 500. അപ്പൊ ഈ 500ഉം ആ 500ഉം ചേർന്ന് ഒരുമിച്ച് ഒരു താളത്തിലായി നമുക്ക് തോന്നും. അപ്പോ ബീറ്റുകൾ ഏകതാനമാവുക എന്നുള്ളതാണ് കാര്യം. ഈ വ്യത്യാസങ്ങൾ ഏകതാനമാകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഏകതാനമാകണമെങ്കിൽ നമുക്ക് അതിന്റെ ആവർത്തിക്കൊത്ത് നമ്മളൊരു കാര്യത്തെ കാണുന്നു, അതിന്റെ ആവർത്തിക്കൊത്ത് നമ്മുടെ ആവർത്തിയെ മാറ്റേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ആവർത്തിക്ക് അനുസരിച്ചുള്ള ഒരു ബീറ്റ് ഉണ്ടാക്കാൻ പാകത്തിൽ നമ്മൾ മാറേണ്ടതുണ്ട്. ആ ആവർത്തിയിലേക്ക് ആകാൻ നമുക്ക് കഴിയില്ല, മറ്റൊരാളുടെ ഫ്രീക്വൻസിയിലേക്ക് ആകാൻ നമുക്ക് കഴിയില്ല. പകരം നമുക്ക് എന്താ ചെയ്യാൻ കഴിയാം? അയാളുടെ ആവർത്തിയുടെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ഒരു ആവർത്തിയായിട്ട് മാറുക, സമരസപ്പെടുന്ന ഒരു ആവർത്തിയായിട്ട് മാറും. അപ്പൊ നമുക്കിടയിലുള്ള ബീറ്റ് ഉണ്ടല്ലോ, ബീറ്റ് ഈ അയാളുടെ ആവർത്തിയായിട്ട് മാറും. അപ്പൊ നമുക്ക് അതുമായിട്ട് ഏകതാനമായി ഇരിക്കാൻ കഴിയും. നിയതമായ ജൈവ ആവർത്തി ഉള്ളവർക്കാണ് ഈ മറ്റൊന്നിന്റെ ആവർത്തിയെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് തന്റെ ആവർത്തിയിൽ കൃത്യമായിട്ട് മാറ്റം വരുത്താൻ കഴിയുക. അപ്പോഴാണ് ഏകതാനമാകാൻ കഴിയുക. നമുക്ക് നമ്മുടെ ആവർത്തിയെക്കുറിച്ച്, നമ്മുടെ ബീറ്റിനെ കുറിച്ച്, നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അങ്ങനെ നിയതമായ ജൈവ ആവർത്തി നമുക്കുണ്ടാവണം, എങ്കിലാണ് മറ്റൊരു ആവർത്തിയെ തിരിച്ചറിയാൻ കഴിയുക, മറ്റൊരു താളത്തെ തിരിച്ചറിയാൻ കഴിയുക. അപ്പോഴാണ് മറ്റൊരു താളത്തിനനുസരിച്ച് തന്റെ താളത്തെ കൃത്യമായിട്ട് വ്യതിയാനം വരുത്തി അതിനോട് ഏകതാനമായിരിക്കാൻ കഴിയും. ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും കഴിയാറില്ല സാധാരണ. അതിന് കാരണം എന്താ വെച്ചാല് സ്വന്തം താളത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും കഴിയുന്ന കാര്യമില്ല. ഈ അതാത് സമയത്തെ പാരിസ്ഥിതിക സ്ഥിതി ഉണ്ടല്ലോ, പരിസ്ഥിതിയുള്ള സ്ഥിതി ഉണ്ടല്ലോ, അതിനെ ഉത്തമമായി സൂക്ഷിക്കാൻ ശേഷിയുള്ളവർക്കാണ് സ്വന്തം താളത്തെക്കുറിച്ച് അറിവുണ്ടാവുക. അപ്പൊ ഞാൻ ഈ ഒരു പരിസരത്ത് ജീവിക്കുന്നു, ഈ പരിസരത്തെ ശരിയാമിധം നിലനിർത്താൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അതിനെ ഉത്തമമാക്കി സൂക്ഷിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് താളബോധം ഉണ്ടായിരിക്കും. സ്വയം ഉത്തമീകരിക്കാനുള്ള അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ശേഷിയാണ് ഈ താളബോധം എന്ന് പറയുന്നത്. താളബോധം എന്ന് പറയുന്നത് കൃത്യമായിട്ട് താളം ഇടുമ്പോൾ അത് കൃത്യമായിട്ട് കൗണ്ട് ചെയ്യാനുള്ള കഴിവല്ല. അതൊരു കഴിവാണ്, പക്ഷെ ആ കഴിവിനെ അല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സ്വയം ഉത്തമീകരിക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഓപ്റ്റിമം ആയിട്ടുള്ള, മിനിമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാം. മിനിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീസ്റ്റ് എഫേർട്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. കുറഞ്ഞ ശ്രമം കൊണ്ട് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പാകത്തില് സ്വന്തം താളത്തെ പരിഷ്കരിക്കുന്നവർ, സ്വന്തം പരിസരത്തെ പരിഷ്കരിക്കുന്നവർ, ഏറ്റവും നല്ല രീതിയിൽ ആക്കി വെക്കുന്നവർ, അത് ഉത്തമീകരിക്കാൻ, പാരിസ്ഥിതിക സ്ഥിതിയെ ഉത്തമീകരിക്കാൻ ശേഷിയുള്ളവർ, അവർക്ക് താളബോധം ഉണ്ടാവും. അപ്പൊ ഈ താളബോധം എന്നുള്ളൊരവസ്ഥ ഉള്ളവർക്കാണ്, ആ സ്വയം താളമുള്ളവർക്കാണ് പരിസര താളവുമായിട്ട് ചേർന്നു പോകാൻ കഴിയുക. ഈ സ്വയം അറിയുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ എന്നെ അറിയണം, ആത്മബോധം ഉണ്ടാവണം എന്നൊക്കെ പറയുന്നത് ശരിക്കും സ്വന്തം താളത്തെക്കുറിച്ചുള്ള ബോധമാണ്. സ്വന്തം താളം എന്ന് വെച്ചാൽ ഈ താളം ഇടുന്നതിന്റെ ബോധം മാത്രമല്ല, സ്വന്തം അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് അതിന് ഒപ്റ്റിമം ലെവലിൽ സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. സ്വന്തം താളത്തെക്കുറിച്ച് സ്വയം ബോധ്യമുള്ളവർക്ക് പരിസരത്തെ താളത്തെ അറിയാനും അതിനനുസരിച്ച് സ്വയം പുനർവിന്യസിക്കാനും കഴിയും. സ്വയം ആ താളത്തെക്കുറിച്ച് അറിയാത്തവർക്ക് പരിസര താളത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ കഴിയുക? ഈ മനുഷ്യരിൽ തന്നെ ഒരുപാട് താള വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ അല്ലെ. മിക്കവരിലും നിയതമായിട്ടുള്ള ഒരു താളക്രമം ഉണ്ടാകില്ല. നിയതമായിട്ടുള്ള താളക്രമം വെച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു സർക്കാഡിയൻ റിഥം പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ചിലരിന് വളരെ ഉയർന്ന താളക്രമം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുണ്ടൊരവസ്ഥ. ഈ താളം എത്രത്തോളം കൂടുന്നോ അത്രത്തോളം അയാളുടെ യുക്തി കുറയും. താളം കുറയുമ്പോൾ യുക്തി കൂടും. ഇതൊരു മറ്റേ ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ വസ്തുക്കൾക്കും താളം എന്ന് പറയുന്നത്, താളഭേദമാണ് യുക്തി എന്ന് പറയുന്നത്. താളഭേദത്തെയാണ് പിന്നെ ബുദ്ധിയായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോ താളം എന്നുള്ള അവസ്ഥ കുറയുമ്പോൾ ബുദ്ധിയുടെ അളവ് കൂടിക്കൂടി വരും. താളബോധത്തെ കുറിച്ചല്ല പറഞ്ഞത്. താളം കുറയുമ്പോൾ ബുദ്ധി കൂടും, ബുദ്ധി കൂടുമ്പോൾ താളം കുറയും. അപ്പോ ഈ വ്യത്യസ്തരായിട്ടുള്ള താളമുള്ള മനുഷ്യരുണ്ടല്ലോ, അല്ലെങ്കിൽ ജീവികളുണ്ട്, ഇവരെല്ലാം തന്നെ വ്യത്യസ്ത യുക്തികളുള്ളവരാണ്.
ഓരോരുത്തരുടെയും ഈ താളവും യുക്തിയും വിപരീത അനുപാതത്തിലായിരിക്കുകയും ചെയ്യും. ഇവ സമീകരിച്ചു വരുന്ന താളവും യുക്തിയും ഉണ്ട്, താളവുമുണ്ട് യുക്തിയുമുണ്ട്. താളം വളരെ കുറവല്ല, യുക്തിയും വളരെ കുറവല്ല എന്ന് വരുമ്പോൾ രണ്ടും സമീകരിച്ചു വരും. ആ സമീകരണത്തിന്റെ അടുത്ത അവസ്ഥയിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് 50-50 എന്ന് തന്നെ എടുക്കണമെന്നില്ല, 50-50% എന്ന് എടുക്കേണ്ടതില്ല. ഒരു 35-65 എന്നുള്ള ആ ഒരു അനുപാതത്തിന്റെ ഉള്ളിൽ അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിനെ ഏതാണ്ട് സമീകരിച്ചു പോകാൻ കഴിയും. അങ്ങനെയുള്ളവരാണ് സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സമൂഹത്തിന് ഒരുവിധമൊക്കെ ഇങ്ങനെ പോകാൻ കഴിയുന്നത്. പക്ഷെ കുറച്ചുകൂടി കീനായിട്ട് അടുത്തേക്ക് പോകുമ്പോൾ ഇതിൽ ആരും 60-40 പോലും വന്നിട്ടില്ല എന്ന് മനസ്സിലാവും. 65-45 അല്ല, 65-35 ഉണ്ട്, പക്ഷെ 60-40 ആയിട്ടില്ല. അതിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. ഇവിടെ ഈ താളം കൂടുതലും യുക്തി കൂടുതലും എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. ഏതെങ്കിലും ഒരു അവസ്ഥ, താളം കുറയുന്നവർ യുക്തി കൊണ്ടും യുക്തി കുറയുന്നവർ താളം കൊണ്ടും സ്വയം അറിഞ്ഞ് ക്രമീകരിക്കുക എന്നത് തന്നെയാണ് ആകെയുള്ള പരിഹാരം. നമുക്ക് താളം കുറവാണ്, അപ്പൊ ബുദ്ധി നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. ആ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ഈ താളക്കുറവിനെ കോമ്പൻസേറ്റ് ചെയ്യും. അതാണ് ഓഫ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ബുദ്ധി കൂടുതലാണ്, അല്ല ബുദ്ധി കുറവാണ്, സ്വാഭാവിക താളം കൂടുതലാണ്. ആ താളം ഉപയോഗിച്ച് നമ്മൾ ഈ സിറ്റുവേഷനെ കോമ്പൻസേറ്റ് ചെയ്യും. അപ്പൊ താളമാണോ യുക്തിയാണോ കൂടുതലുള്ളത്? നമ്മൾ എവിടെയാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് യുക്തി ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് താളം ഉപയോഗിക്കേണ്ടത് എന്ന് അറിയണമെങ്കിൽ സ്വന്തം താളത്തെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെ വേണം. സ്വയം അറിയണം എന്നുള്ള താല്പര്യം വേണം. സ്വയം അറിയേണ്ടതുണ്ടെന്ന് പോലും പലർക്കും അറിയില്ല. അങ്ങനൊരു താല്പര്യമില്ല. സ്വയം അറിയേണ്ടതുണ്ടെന്ന് ഇപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവനെ മനുഷ്യനാക്കുന്നത് അവന്റെ ഫണ്ടമെന്റൽ എക്സ്പ്ലോറേഷൻ ഉള്ളത് കൊണ്ടാണ്. ഫണ്ടമെന്റലി എന്താണുള്ളതെന്ന് അവൻ എക്സ്പ്ലോർ ചെയ്യുന്നത് കൊണ്ടാണ്. ആ എക്സ്പ്ലോറിംഗ് പോലും ഇല്ലാത്ത ഒരവസ്ഥ പലപ്പോഴും പലരിലും ഉണ്ട്. സ്വയം അറിയേണ്ടതുണ്ടെന്ന് സ്വയം അറിയാത്ത ഒരാളെ എങ്ങനെയാണ് നമുക്ക് അറിയിക്കാൻ കഴിയുക? നമുക്കറിയിക്കാൻ കഴിയില്ല. പക്ഷെ അത് പ്രകൃതി അറിയിക്കും. സ്വയം അറിയേണ്ടത് ഉണ്ട് എന്ന് സ്വയം അറിയാത്ത ഒരാളെ പ്രകൃതി അറിയിക്കും. ഇപ്പോ നിങ്ങളിത് കേൾക്കുന്നുണ്ടെന്നിരിക്കട്ടെ, സ്വയം അറിയാനിടുന്ന സ്വയം അറിവിന്റെ വഴിയിലേക്ക് പ്രകൃതി നിങ്ങളെ തെരഞ്ഞെടുക്കുന്നുണ്ടെന്ന് ബോധ്യമാണ്. കാരണം നിങ്ങളിത് അറിയുന്നുണ്ടല്ലോ, നിങ്ങളിത് കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. പ്രകൃതി നിങ്ങളെ ആ കാര്യം അറിയിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ വരുന്ന വേറൊരു വലിയ പുലിവാൽ എന്ന് പറയുന്നത് ഈ അഹങ്കാരം എന്നുള്ളത്. നിങ്ങൾക്ക് സ്വയം അറിയാനുള്ള താല്പര്യവും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അഹത്തിന്റെ അളവ് കുറവാണെന്നാണ്. ഈ സ്വയം അറിയാൻ ഉള്ള താല്പര്യം വന്നു, സ്വയം അറിയുന്നു, സ്വന്തം താളത്തെ അറിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കാത്തിരിക്കുന്ന പ്രതിസന്ധിയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഈ അഹങ്കാരം എന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ടുള്ളതാണ്. താളബോധം എന്ന ജന്മഗുണം ശൈശവം മുതൽ തന്നെ സഹായിക്കുന്നത് കൊണ്ട് ഈ താളബോധമുള്ളവർ ചെല്ലുന്നിടത്തെല്ലാം അവര് റാണിമാരോ രാജാക്കന്മാരോ ഒക്കെ ആയിട്ട് മാറും. ചെറിയ കാലം, വളരെ ചെറിയ കാലം മുതൽ അവർ ചെയ്യുന്ന കാര്യത്തിലെല്ലാം അവരുടെ എക്സ്പെർട്ടൈസ് കൊണ്ട് അവർ കാര്യങ്ങളെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ബോധവും വ്യക്തിത്വവും പൂർണ്ണമായിട്ട് രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ അഹം എന്ന് പറയുന്ന തോന്നൽ അവരെ നല്ലപോലെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതവരെ കുറെയൊക്കെ അന്ധമാക്കിയിട്ടുണ്ടാവും. അത് അടിഞ്ഞു പോകും വരെ അവര് അവരുടെ പരിസരത്ത് നിശ്ചയിതരായിട്ടിരിക്കും. കാരണം അഹങ്കാരം ഇവരെ വേർതിരിച്ചു നിർത്തും. ഏകതാനതയിലാകാൻ കഴിവുണ്ടായിട്ടും അത് ഉപയോഗിക്കപ്പെടാതെ പോകും. അതാണ് അഹങ്കാരത്തിന്റെ ഒരു കുഴപ്പം. അവിടെ ആണ് ഇത് പ്രകൃതി അറിയിക്കും എന്ന് പറഞ്ഞത്. നിങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് പ്രകൃതി അറിയിക്കും. ഇപ്പൊ നിങ്ങളിത് കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കുന്നതാണ് പ്രകൃതി. അത് എന്റെ രൂപത്തിൽ വന്നേ ഉള്ളൂ. പ്രകൃതിയാണ് നിങ്ങളെ അറിയിക്കുന്നത്. അത് നിങ്ങൾ പ്രകൃതിയുടെ സൃഷ്ടിയായതുകൊണ്ട്, പ്രകൃതിയുടെ അവയവമായതുകൊണ്ട്, അല്ലെങ്കിൽ പ്രകൃതിയുടെ കോശമോ കലയോ ആയതുകൊണ്ട്, പ്രകൃതിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് നിങ്ങളെ അത് അറിയിക്കുക എന്നുള്ളത് പ്രകൃതിയുടെ ധർമ്മമാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞു, ഇനി വ്യക്തിഗത താളം ക്രമീകരിക്കുക എന്നുള്ളതാണ് കാര്യം. ആദ്യം ചെയ്യേണ്ടത് സ്വന്തം താളത്തെ അറിയുക എന്നുള്ളതാണ്. സ്വന്തം താളം എവിടെയാണ് നിൽക്കുന്നത്, അതിന് കോർട്ടക്കാർ പോലുള്ള പരിശീലനങ്ങൾ അതിനെന്തായാലും സഹായിക്കും. നമ്മൾ രാവിലെ യോഗ സാധന ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലൂടെ കടന്നു പോകാൻ കഴിയും. സ്വന്തം താളത്തെ
അറിയാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റുപാടുമുള്ള താളവുമായിട്ട് പൊരുത്തമാവുക. ചുറ്റുപാടുമുള്ളവർക്ക് അവരവരുടേതായിട്ടുള്ള താളമുണ്ടല്ലോ, ആ താളവുമായിട്ട് പൊരുത്തമാവുക. ജീവിതത്തിൽ എല്ലാത്തിനും ഒരു സ്ഥാനമുണ്ടെന്ന് അറിയുക, അതിനെ അംഗീകരിക്കുക. ഒരു വ്യക്തിക്കാണെങ്കിലും ഒരാളുടെ അഹത്തിനാണെങ്കിലും ഒരു വസ്തുവിനാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തെ അറിഞ്ഞ് നിരന്തരമായി ക്രമീകരിക്കുക. എല്ലാത്തിനും സ്ഥാനമുണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥം മനസ്സിലാക്കുക, ജീവന്റെ ഏറ്റവും പ്രധാന ധർമ്മങ്ങളിൽ ഒന്നായിട്ടുള്ള റെസിലിയൻസ്, പുനഃസ്ഥാപന ശേഷിയും കൂടെ അതിന്റെ ഭാഗമാണ്. നമ്മൾ കടുകിന്റെ ഉദാഹരണം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. കടുക് പാത്രം വെച്ചിരിക്കുന്നിടത്തുനിന്നും മാറ്റി വെച്ചാൽ ക്രമം മാറിപ്പോയി. അപ്പോൾ ക്രമം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള, ആന്തരികമായിട്ടുള്ള ക്രമം, പുറത്തുള്ള ക്രമം മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കടുകിന്റെ പാത്രം മാറിയാൽ തിരിച്ച് അവിടെ തന്നെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രദ്ധയുണ്ടാവുക, കരുതലുണ്ടാവുക, സമയാസമയത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോ എല്ലാത്തിനും അതിൻ്റെതായ ക്രമമുണ്ട്. ആ ക്രമത്തെ കൃത്യമായിട്ട് അറിയുകയും അംഗീകരിക്കുകയും അതിനനുസരിച്ച് നിരന്തരം അകവും പുറവും ക്രമീകരിക്കുകയും ചെയ്താൽ മാത്രമേ ഈ വ്യക്തിഗത താളത്തിലേക്ക് നമ്മൾ എത്താൻ കഴിയൂ. മറ്റൊരാളിപ്പോ എന്റെ താളമായിട്ട് പൊരുത്തമാകാതെ നമുക്ക് സാധാരണ നമുക്ക് എന്താ ഉണ്ടാവുക? ദേഷ്യം വരും. എന്താ നമുക്ക് ദേഷ്യം വരുന്നതിന്റെ പ്രധാന കാരണം തന്നെ എന്റെ താളത്തിനനുസരിച്ച് അയാൾ വന്നില്ല എന്നുള്ളതാണ്. ദേഷ്യത്തിന്റെ ഏറ്റവും ആദ്യ കാരണം തന്നെ അതാണ്, എന്റെ താളത്തിനനുസരിച്ച് അയാളുടെ താളം വന്നില്ല എന്നുള്ളത്. അതിന് പരിഭവം പറയാതെ, ദേഷ്യപ്പെടാതെ, അതിനോട് പൊരുത്തമാകാനുള്ള പാകം നമ്മളിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് വേണ്ടത്. അതിലേക്കൊക്കെയാണ് നമ്മൾ ഈ വ്യക്തിഗത താളത്തെ അറിയുന്നതിലൂടെ നമ്മൾ ചെന്നെത്തുന്നത്. അവിടെയാണ്. അങ്ങനെ പോയാൽ, അതായത് മറ്റുള്ളവരുടെ ക്രമത്തെ നമ്മുടെ ക്രമമാകണമെന്ന് ശാഠ്യം പിടിക്കുന്നതിന് പകരം അവരുടെ ക്രമത്തെ അറിഞ്ഞ് അവരുടെ താളവുമായിട്ട് പൊരുത്തമാവുക, അവരുടെ ക്രമവുമായി പൊരുത്തമാവും. അവരുടെ ക്രമമായിട്ട് പൊരുത്തമാകാൻ ആദ്യം നമ്മൾ ആരുമായിട്ട് പൊരുത്തമായിട്ടുണ്ടാവണം? നമ്മുടെ ക്രമവുമായിട്ട്, നമ്മുടെ താളവുമായിട്ട് പൊരുത്തമായിട്ടുണ്ടാവണം. നമ്മുടെ ക്രമത്തിൽ വെറുതെ ജീവിച്ചു പോകല്ല. നമ്മുടെ താളം എന്ത്, ക്രമം എന്ത് എന്ന് അറിഞ്ഞ് അതുമായി പൊരുത്തമായാൽ മാത്രമേ മറ്റൊരാളുടെ താളവുമായിട്ട്, പരിസര താളവുമായിട്ട്, മറ്റൊരു അപര വ്യക്തിയുടെ താളവുമായിട്ട് നമുക്ക് ചേർന്ന് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആദ്യം മനസ്സിലാക്കുക, സ്വയം അറിയുക, സ്വന്തം താളത്തെ അറിയുക, പരിസര താളവുമായിട്ട് പൊരുത്തമാവുക, അഹത്തെ മറികടക്കുക, ജീവിതത്തെ ഓർഡറിലാക്കുക. എല്ലാം ശുഭമാകും, എല്ലാം അതിന്റെ സമ്പൂർണതയിലെത്തും. അപ്പോ വ്യക്തിഗത താളം കണ്ടെത്താൻ നിങ്ങളുടെ ശ്രദ്ധ ഇനിയും ഉണ്ടാകട്ടെ. അഥവാ അതിന് ശേഷിയില്ല, അതിന് മാർഗം അറിയില്ലെങ്കിൽ നമ്മുടെ പരിപാടികളിൽ വരുന്ന കോട്ടക്കാർവ് ചെയ്യുന്ന സമയത്ത് അത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിയുമ്പോൾ അതൊരു വലിയ പാഠമാണ്. അതൊരു ഒരു പ്രപഞ്ചം തന്നെയാണ്, അറിവിന്റെ ഒരു പ്രപഞ്ചം തന്നെയാണ്. നമ്മളെ തിരിച്ചറിയുന്നതിന്റെ ഒരു വലിയ ജാലകമാണ്. അതിലൂടെ കടന്നുപോയാൽ നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാനും നിങ്ങളുടെ ജീവിതക്രമത്തെ ക്രമീകരിക്കാനും നിങ്ങളുടെ ജീവിതത്തെ സുന്ദരമാക്കാനും കഴിയും. ആ സൗന്ദര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ സംഗീതം. അതിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.